നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ കല്ലറയിൽ മൃതദേഹം കണ്ടെത്തി. കല്ലറയിൽ ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. മൃതദേഹത്തിന് ചുറ്റും പൂജാദ്രവ്യങ്ങളും ഭസ്മങ്ങളും സുഗന്ധദ്രവ്യങ്ങളും അടക്കം നിറച്ചിരുന്നു. നെഞ്ചുവരെ പൂജാദ്രവ്യങ്ങൾ നിറച്ച നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത്. ഗോപൻ സ്വാമിയുടെ മക്കളുടെ മൊഴികൾ ശരിവെക്കുന്ന വിധത്തിലാണ് കല്ലറയിലെ കാഴ്ചകൾ. കല്ലറ പൊളിച്ച് പുറത്തെടുത്ത മൃതദേഹം ഉടൻ സ്ഥലത്ത് വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തും. മൃതദേഹം ജീർണാവസ്ഥയിലായ പശ്ചാത്തലത്തിലാണ് സ്ഥലത്ത് വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. പോലീസ് സർജൻ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്ന് കണ്ടെത്താൻ വിശദമായ പരിശോധന തന്നെ വേണ്ടിവരും. ഇന്ന് രാവിലെ പോലീസ് സംഘം എത്തിയാണ് കല്ലറ പൊളിച്ചത്. പ്രദേശത്ത് AR ക്യാമ്പിൽ നിന്നും കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. വിഷയത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന ശേഷമാണ് ഇന്ന് കല്ലറ തുറക്കേണ്ട നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചത്. രാവിലെ തന്നെ പോലീസ് സ്ഥലത്തെത്തി നടപടികൾ തുടങ്ങി. ഫോറൻസിക് സംഘവും കൂടുതൽ പോലീസ് വിന്യാസവും സ്ഥലത്തുണ്ട്. RDOയുടെ സാന്നിധ്യവുമുണ്ട്. പണം ഞങ്ങൾ തരും. ടാർപോളിൻ കെട്ടി കല്ലറ മറച്ചിട്ടുണ്ട്. കല്ലറയിലേക്കുള്ള വഴികളും അടച്ചിട്ടുണ്ട്. നെയ്യാറ്റിൻകര DYSP S ഷാജി, നെടുമങ്ങാട് DYSP അരുൺകുമാർ എന്നിവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സ്ഥലത്ത് മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാധ്യമങ്ങൾ 200 മീറ്റർ അകലെ നിൽക്കണമെന്നാണ് പോലീസ് നിർദ്ദേശം. സ്ഥലത്ത് 150ലധികം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. സബ് കളക്ടർ OV ആൽഫ്രഡിനാണ് പൊളിക്കലിന്റെ ചുമതല. അതേസമയം ഇന്നലെ രാത്രി മകൻ പൂജ നടത്തിയിരുന്നു. മകൻ രാജസേനനാണ് പൂജ നടത്തിയത്. ഗോപൻ സ്വാമിയുടെ സമാധി പൊളിക്കാനുള്ള നീക്കത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച കുടുംബത്തിന് തിരിച്ചടി നേരിട്ടിരുന്നു. പോലീസ് നടപടികളിൽ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. ജസ്റ്റിസ് CS ഡയസാണ് കേസ് പരിഗണിച്ചത്. ഗോപൻ സ്വാമി മരിച്ചെന്ന് പറയുന്നു. എന്നാൽ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് കോടതി ചോദിച്ചു. എങ്ങനെ മരിച്ചെന്ന് കുടുംബം വിശദീകരിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. നിലവിലെ പോലീസ് അന്വേഷണത്തിൽ ഇടപെടേണ്ട കാര്യം ഇല്ലെന്ന് കോടതി പറഞ്ഞു. സംശയാസ്പദ സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നും കോടതി വ്യക്തമാക്കി. ഇതോടെയാണ് പോലീസ് നടപടി തുടങ്ങിയത്. നേരത്തെ സമാധിയായെന്ന് കുടുംബം അവകാശപ്പെടുന്ന ഗോപന്റെ മരണ സർട്ടിഫിക്കറ്റും കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഗോപൻ എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിച്ച ഹൈക്കോടതി സ്വാഭാവിക മരണമെങ്കിൽ കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കാമെന്നും വ്യക്തമാക്കിയിരുന്നു. മരണം രജിസ്റ്റർ ചെയ്തോ എന്നും ഹൈക്കോടതി കുടുംബത്തോട് ചോദിച്ചിരുന്നു. മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരുമെന്നും അല്ലെങ്കിൽ അന്വേഷണം തടയാനാവില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. കല്ലറ തുറക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമാണെന്നും FIR രജിസ്റ്റർ ചെയ്യാനും കല്ലറ തുറക്കാനും പോലീസിന് അധികാരമുണ്ടെന്നും കോടതി വ്യക്തമാക്കി. സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്ന് തിരിച്ചറിയണമെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി ഭയക്കുന്നത് എന്തിനാണെന്നും കുടുംബത്തോട് ചോദിച്ചിരുന്നു. അതേസമയം ഗോപൻ സമാധിയായതാണെന്ന് കുടുംബം ആവർത്തിക്കുന്നുണ്ടെങ്കിലും കുടുംബാംഗങ്ങളുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട്. സമാധിയായെന്ന് മക്കൾ പ്രഖ്യാപിച്ചതിന് 3 ദിവസം മുൻപാണ് ചികിത്സക്കായി ഗോപൻ സ്വാമി ആശുപത്രിയിൽ പോയത്. അച്ഛൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സമാധി ഇരുത്തിയതെന്നാണ് മക്കൾ പറയുന്നത്. ചൊവ്വാഴ്ച രാവിലെ 10:30 അച്ഛൻ നടന്നു പോയാണ് തന്നെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നുവെന്നുമാണ് പൂജാരിയുടെ മകൻ രാജശേഖരൻ പറഞ്ഞത്. സമാധി പോസ്റ്റർ അച്ചടിച്ചത് താനാണെന്നും സനന്ദൻ പറഞ്ഞു. വ്യാഴാഴ്ച ആലുമൂട് നിന്നാണ് പ്രിന്റ് എടുത്തത്. പോലീസ് കഴിഞ്ഞ ദിവസവും മൊഴി രേഖപ്പെടുത്തി. ഇതുവരെ പോലീസ് നോട്ടീസ് നൽകിയിട്ടില്ലെന്നും സനന്ദൻ പറഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഗോപൻ സ്വാമിയുടെ സമാധി വിവരം പോസ്റ്റർ പതിപ്പിച്ചുകൊണ്ട് പുറം ലോകത്തെ അറിയിക്കുന്നത്. പോസ്റ്റർ പതിച്ചപ്പോഴാണ് മരണവിവരം അയൽവാസികൾ അടക്കം അറിഞ്ഞത്. തുടർന്ന് ദുരൂഹത ഉയർത്തി നാട്ടുകാർ രംഗത്തെത്തി. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.